സ്റ്റോറീസിൻ്റെ ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. യെശയ്യാ പ്രവാചകനിലൂടെ അവിടുന്ന് നമ്മോട് അരുളി ചെയ്യുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈ സത്യം തിരിച്ചറിയുന്ന ഏവനും ആ കാരുണ്യത്തെ സ്തുതിക്കാതിരിക്കാനാകുമോ? സകല സൃഷ്ടിയുടെയും ഉടയവനായ അവിടുത്തെ മഹത്വപ്പെടുത്താതെ, അങ്ങയെ ആരാധിക്കാതെ പൊടിയും കീടവുമായ മനുഷ്യന് എങ്ങനെ ജീവിക്കാനാകും? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന് വാഗ്ദാനം ചെയ്തവനെ, അങ്ങയുടെ കാരുണ്യം എന്നേക്കും ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഹല്ലേലൂയാ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയാ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. സ്തുതി പാടിടും ഞാൻ,
പാറയും കോട്ടയും നീ. വഴിയും സത്യവുമായവനേ, ഏകരക്ഷാമാർഗമായവനേ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ക്രൂശു ചുമന്നു തളർന്നെനിക്കായി, ഘോരമം ശിക്ഷയതേറ്റെനിക്കായി. മുൾമുടി ചൂടിയതും എനിക്കായി, ജീവനെ നൽകിയതും എനിക്കായി. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. പരിശുദ്ധനേ കരുണാനിധിയേ, സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഹല്ലേലൂയ സ്തുതി പാടിടും ഞാൻ, വൻ കൃപയെ എന്നും ഓർത്തിടും ഞാൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അമ്മേ മാതാവേ, സാത്താനും അവൻ്റെ സൈന്യങ്ങളും ഞങ്ങളെ എതിർത്ത് തോൽപ്പിക്കാതിരിക്കുവാൻ അമ്മ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ. അവിടുത്തെ മാധ്യസ്ഥതയിൽ യേശുനാഥൻ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു. അമ്മേ, അവിടുന്ന് എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഓരോ നിമിഷവും സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാൻ തിരുക്കുമാരൻ്റെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം യാചിക്കണമേ എന്ന പ്രാർത്ഥനയോടെ. മരിയേ അമല മനോജ്ഞേ, ആശ്രിതർക്കാശ്രയമേ, കൃപയുടെ നിറവേ തായേ, ഇന്നും വരണേ തനയർക്കു തുണയായി.
വിശ്വാസ വർഷത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഈ വചനം മനസ്സിൽ കുറിച്ചിടാം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പം മുറിക്കൽ ശുശ്രൂഷയിലും വചനവിരുന്നിലും നമുക്ക് ഒത്തുചേരാം. നശ്വരമായതിനെ കൈവിടിഞ്ഞ് അനശ്വരതയെ മുറുകെ പിടിക്കാം. അതിനായി നാം വലിയ ഇടയൻ്റെ പിന്നിൽ വിശ്വാസപൂർവ്വം അണിനിരക്കാം. രക്ഷയ്ക്കായി ആകാശത്തിന് കീഴിൽ തന്നിരിക്കുന്ന ഏകനാമമായ യേശുനാമത്തിൽ വിജയം വരിക്കാം. നിത്യഭവനത്തെ ലക്ഷ്യം വെച്ച് മുന്നേറാം. നശ്വരമായ ഭവനത്തെക്കുറിച്ച് ആകുലപ്പെടാതെ നിത്യഭവനത്തിൻ്റെ മനോഹാരിത എനിക്ക് പഠിപ്പിച്ചു തരണമേ എന്ന പ്രാർത്ഥനയോടെ, ദൈവമക്കൾ നമ്മൾ തമ്മിൽ തമ്മിൽ സഹോദരങ്ങൾ ഒന്നു ചേർന്നിടാം, അണിനിരന്നിടാം. ഇന്നു രക്ഷാസുദിനം, വചനോത്സവസുദിനം.
ബന്ധനമെല്ലാം നീങ്ങാൻ ദുഷ്ടാത്മാവിൻ നീചതന്ത്രം തകരാൻ ബന്ധനമെല്ലാം നീങ്ങാൻ ദുഷ്ടാത്മാവിൻ നീചതന്ത്രം തകരാൻ ദൈവരാജ്യത്തിൽ പങ്കുചേർന്നിടാം മോദമായി നീങ്ങാം ദൈവമക്കൾ നമ്മൾ തമ്മിൽ തമ്മിൽ സഹോദരങ്ങൾ ഒന്നു ചേർന്നിടാം അണിനിരന്നിടാം ഇന്നു രക്ഷാസുദിനം വചനോത്സവ സുദിനം ദൈവമക്കൾ നമ്മൾ തമ്മിൽ തമ്മിൽ സഹോദരങ്ങൾ ഒന്നു ചേർന്നിടാം അണിനിരന്നിടാം ഇന്നു രക്ഷാസുദിനം വചനോത്സവ സുദിനം ദൈവമായ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു, തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ പശ്ചാത്തപിച്ച് എല്ലാ അതിക്രമങ്ങളിൽ നിന്നും പിന്തിരിയുവിൻ. എൻ്റെ നല്ല ഈശോയെ, ദിവ്യജ്ഞാനികൾ അങ്ങയെ ദർശിച്ചപ്പോൾ അവർ അന്നുവരെ വന്ന വഴിയിലൂടെയല്ല അവർക്ക് അവിടുന്ന് പുതിയ വഴിയൊരുക്കി. കർത്താവെ, അങ്ങയെ കണ്ടെത്തുന്നവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ പഴയ വഴിയിലൂടെ നടക്കേണ്ടവനല്ല എന്ന ദിവ്യ സന്ദേശം ഞങ്ങൾക്ക് നൽകിയ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച നല്ല നല്ല ഗാനങ്ങളുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ നമുക്ക് കാത്തിരിക്കാം.